ഷിയാറസ് ഡിക്രൂസ് അങ്ങ് ATCX GM ആണ്. ഷിയാറസ് ഡിക്രൂസ് ഏതെങ്കിലും തരത്തിൽ ATCക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ വിമാനത്തിലുണ്ടായ അപാകത മനസ്സിലാക്കി അതിലെ പൈലറ്റിനും സഹപൈലറ്റിനും ക്രൂവിനും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനും എന്തെങ്കിലും ഒരു സാവകാശം കിട്ടുന്നതിന് മുൻപ് എല്ലാം സംഭവിച്ചു എന്നതാണ് സങ്കടം ശ്രീ ഡിക്രൂസ്. അതെ, എയർ ട്രാഫിക് കൺട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോഴും അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർ ആ സമയത്ത് കൺട്രോൾ ടവറിലിരിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർ തന്റെ പരിപൂർണമായ ശ്രദ്ധയും ഈ വിമാനത്തിൽ തന്നെയായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ. ഇന്നത്തെ സംഭവം നോക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോളറിന് മേഡേ എന്നുള്ള സന്ദേശം പൈലറ്റിൽ നിന്ന് ലഭിച്ചതായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സാധാരണ എൻ്റെ ഒരു അനുമാനം എഞ്ചിൻ തകരാറായിരിക്കാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതാണ് സാധ്യത. എയർ ട്രാഫിക് കൺട്രോളറിന് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ഒരു ക്രാഷ് അലാം പ്രൊസീജിയർ എങ്ങനെയാണ്, അതെന്താണ്, മേഡേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ATCക്ക് ചെയ്യാൻ കഴിയുക, ATC അതിനുള്ള പ്രതികരണം എന്താണ്? മേഡേ എന്ന് പറയുന്നത് ഫൈനൽ സന്ദേശം, ഒരു സങ്കട സന്ദേശം എന്നതാണോ സാർ അതിനർത്ഥം? അതെ, ഇമിനന്റ് ഡേഞ്ചർ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. വളരെ വളരെ വലിയ ഒരു അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള സന്ദേശമാണ് പൈലറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ സംഭവത്തിൽ വിമാനം നമ്മുടെ വിമാനത്താവളത്തിന് വളരെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പൈലറ്റിന് കാണാനും 100% പൈലറ്റ് കണ്ടു കാണും. കൺട്രോൾ ടവറിന് എയർ ട്രാഫിക് കൺട്രോളർ വിമാനം നഷ്ടപ്പെടുന്നത് കൺട്രോൾ ടവറിൽ നിന്ന് കണ്ടു കാണും 100%. അപ്പോൾ ഉടൻ തന്നെ പൈലറ്റ് നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിന്റെ കടമയെന്ന് വെച്ചാൽ ക്രാഷ് സൈലന്റ് അലാം ഒരു സ്വിച്ച് ഉണ്ട്. ക്രാഷ് സൈലന്റ് അത് ഞെക്കുമ്പോൾ സൈറൻ ഉണ്ടാവും. അപ്പോൾ വിമാനത്താവളത്തിനുള്ളിലുള്ള ഫയർ സ്റ്റേഷൻ അപകടം നടന്ന സ്ഥലത്തേക്ക് ഉടൻ തന്നെ കുതിച്ചെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വിമാന അപകടം ഞാൻ മനസ്സിലാക്കിയത് ഈ വിമാനത്താവളത്തിന് പുറത്തായിട്ടാണ്. അപ്പോൾ നമ്മുടെ വിമാനത്താവളത്തിന് ഉള്ളിലുള്ള ഫയർ ടെൻഡേഴ്സ്, അതായത് ക്രാഷ് ടെൻഡേഴ്സിന് ഈ സ്ഥലത്ത് എത്താൻ കുറച്ച് താമസം ആയി കാണും എന്നാണ് വിചാരിക്കുന്നത്. എന്നിരുന്നാലും റൺവേയുടെ ഏറ്റവും അറ്റത്തെ ഒരു പുറത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു ഗേറ്റ് സാധാരണ ഉണ്ടാകാറുണ്ട്. ആ ഗേറ്റ് തുറന്നു കാണും വിമാന അപകടം ഉണ്ടായ സ്ഥലത്ത് എത്താൻ. അത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ.